വെൽക്കം ബാക്ക് ടു കുഞ്ഞാമിനാസ് റെസിപ്പീസ്. നമ്മളൊരു മട്ടൺ ഊര തണ്ടൽ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു മിക്സർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളി, ദെൻ 3-4 പച്ചമുളക്, ദെൻ ഒരു 10-15 ചെറിയ ഉള്ളി, ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയി നേരത്തെ, അതുകൊണ്ടാണ് ആദ്യം അരച്ച് കഴിഞ്ഞിട്ട് രണ്ടാമതും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള മട്ടൻ്റെ ഊരുണ്ടല്ലോ തണ്ടൽ, അത് ഒരു കുക്കറിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ദെൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിൽ. ഇതൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒരു 5-6 വിസിലിന് നമ്മൾ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യണം. അപ്പോൾ കണ്ടില്ല, നമ്മളുടെ മട്ടൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു വേവാണ് പാകം. നെക്സ്റ്റ് നമ്മളൊരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് അതൊന്നിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ ബാക്കി വന്ന് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇട്ട് കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. ദെൻ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മട്ടൻ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. വേവിച്ച് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും മതിയാവും. നെക്സ്റ്റ് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ട് നമ്മളെ മട്ടൻ്റെ ആ ഒരു മീറ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ എല്ലാവരും തമ്മിൽ നല്ലൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഇനി ആകെ കൂടിയിട്ട് ഒരു സ്റ്റെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് ഫ്രഷ്ലി ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയില ഒന്നിട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ദെൻ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു മട്ടൺ ബാക്ക് ബോൺ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ റൈസിൻ്റെ കൂടെയാണ് കഴിച്ചത്. നമ്മൾ ഇയർലി വൺസ് ഇതൊന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയതിൻ്റെ ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.